എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയിലാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി കർത്താവ് കുടുംബങ്ങളെ ഫോക്കസ് ചെയ്യുന്നൊരു സമയമാണിത്. കർത്താവിൻ്റെ ഹൃദയത്തിലും സഭയുടെ മനസ്സിലും കുടുംബങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കുടുംബ പരിശുദ്ധത്വം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ്. എല്ലാറ്റിൻ്റെയും നിലനിൽപ്പ് കുടുംബത്തെ ആശ്രയിച്ചാണ്. കുടുംബമില്ലെങ്കിൽ സഭയില്ല. കുടുംബമില്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ നിലനിൽപ്പില്ല. ഏതൊന്നിൻ്റെയും അടിസ്ഥാനം കുടുംബമാണ്. ഇത് നല്ലതുപോലെ പിശാചിനറിയാം. അതുകൊണ്ടാണ് ഈ അന്ത്യനാളുകളിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് കുടുംബങ്ങളെ പിശാച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കുടുംബങ്ങളിൽ നിരന്തരമായ കലഹങ്ങളും അസ്വസ്ഥതകളും, കുടുംബത്തിലുള്ള സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെടുത്തി വിഷാദികളും നിരാശിതരുമായി ഇന്ന് ഒരുപാട് കുടുംബങ്ങളെ പിശാച് ബന്ധിക്കുകയാണ്. അനേകം ഡിവോഴ്സുകൾ സംഭവിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ താറുമാറാകുന്നു. ഭാര്യ ഭർത്തൃ ബന്ധം, സഹോദരി സഹോദര ബന്ധങ്ങൾ, വസ്തുവകളുടെ പേരിൽ, സ്വത്തുതർക്കത്തിൻ്റെ പേരിൽ, മാനുഷികമായ ചില വസ്തുവകകളോടുള്ള ബന്ധത്തിൽ, നിസ്സാര കാര്യങ്ങളെ പ്രതി എത്രയോ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഇന്ന് ഒരുപാട് വേദനാജനകമാണ്. മക്കളെ ഓർത്ത് നൊന്ത് കരയുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ്. നമ്മുടെ കുടുംബങ്ങൾ വചനത്തിൻ്റെ കുടുംബങ്ങളായി, പരിശുദ്ധാത്മാവിൻ്റെ കുടുംബങ്ങളായി, കർത്താവ് വാഴുന്ന കുടുംബമായി മാറുക എന്നുള്ളത് അത് സ്വർഗത്തിൻ്റെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ നാളുകളിൽ ഇതുപോലെ കുടുംബങ്ങൾ തകരുന്നത്? അത് അവിചാരിതമല്ല, കാലത്തിൻ്റെ പ്രത്യേകതയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വചനത്തിൽ നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ടൈം ഈസ് ഷോർട്ട്. ചുരുങ്ങിയ സമയം. തനിക്കിനി അധികം പ്രവർത്തിക്കാനില്ലെന്ന് പിശാചിന് നല്ലതുപോലെ അറിയാം. സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന പിശാച് ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്കുള്ള സ്ഥാനം തിരിച്ചറിഞ്ഞുകൊണ്ട് കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ, കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കാൻ വീറോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് കുടുംബങ്ങൾ ഒന്നടങ്കം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. കണ്ണുനീരോടെ, കർത്താവേ ഞങ്ങൾക്കൊരു വഴി തുറന്നു തരണമേ എന്ന് ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നു, ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, പാപം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോകും. എത്ര ശക്തമാണ് കർത്താവിൻ്റെ വചനം! പാപം വർദ്ധിക്കുന്നത് കൊണ്ട്, മ്ലേച്ഛതകള്, അരാജകത്വങ്ങൾ, തിന്മകൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇന്ന് കുടുംബങ്ങൾ നശിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം സ്നേഹം തണുത്തു പോകുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആ സ്നേഹത്തിൻ്റെ ചൂട് നഷ്ടപ്പെടുന്നു. സ്നേഹം തണുത്തു പോകുന്നു. അതുകൊണ്ട് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ പെരുകിയാണ്. അവിശ്വസ്തരായ ഭാര്യ ഭർത്താക്കന്മാരുടെ എണ്ണം ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ തകർച്ചയുടെ കാരണം? സ്നേഹം തണുത്തു പോകുന്നു. സഹോദര ബന്ധങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, നിസ്സാര കാര്യങ്ങളെ പ്രതിയാണ് കലഹിച്ചുകൊണ്ട് വെറുപ്പിലും മത്സരത്തിലും കഴിയുന്ന
ഒത്തിരിയേറെ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. സ്നേഹം തണുത്തുപോയി. ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ടു. ആ പ്യുവർ ലവ്, നിഷ്കളങ്ക സ്നേഹം, സത്യസന്ധമായ സ്നേഹം, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാണ്. ആ സ്നേഹത്തിൻ്റെ നിറവ് നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ സഹോദര ബന്ധങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ഇന്ന് ശിഥിലീകരിക്കപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ ഇല്ല, പങ്കുവെക്കലില്ല, ഹൃദയം തുറന്നുള്ള സംസാരമില്ല, ആനന്ദത്തിൻ്റെ പൊട്ടിച്ചിരികളില്ല, ഒരു മൂകതയാണ്. നോ ഷെയറിങ്, നോ കമ്മ്യൂണിക്കേഷൻ. ഓരോരുത്തരും അവരവരുടെ വേൾഡിലാണ്. ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരൊക്കെ ഓരോരുത്തരും ഓരോ ഒറ്റത്തുരുത്തുകളായി പോറുന്നു. ഒരു കുടുംബത്തിന് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു റിഥമുണ്ട്. ഓരോ കുടുംബത്തിനും കർത്താവ് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് കുടുംബങ്ങൾ നശിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. കർത്താവ് നിർത്തിയ റോളിൽ നമ്മൾ ഓരോരുത്തരും കുടുംബത്തിൽ നിൽക്കണം. നമുക്ക് തോന്നിയതുപോലെയല്ല. ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു മകൻ, ഒരു മകൾ നിൽക്കേണ്ട രീതികൾ തൻ്റെ വചനത്തിൽ ആത്മാവ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വചനപ്രകാരം നമ്മുടെ റോളുകൾ വിശ്വസ്തയോടെ, സ്നേഹത്തോടെ നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളായി മാറും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ഭവനങ്ങളായി തീരുമെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹം തണുത്തുപോയി. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണ്? എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സ്? നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ നരകിച്ച് ഇല്ലാതാകുവാനാണോ സ്വർഗം ആഗ്രഹിക്കുന്നത്? പരസ്പരം അടികൂടി നിസാര കാര്യങ്ങളെ പ്രതി കലഹിച്ച് അസ്വസ്ഥപ്പെട്ട് മനസ്സ് കലുഷിതമായി നമ്മുടെ ബന്ധങ്ങൾ ശിഥിലീകരിച്ചു പോവാനാണോ? അതാണോ ആത്മാവിൻ്റെ ആഗ്രഹം? ഒരിക്കലുമല്ല. അതിൻ്റെ പുറകിൽ പിശാചാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ അടയാളമായി ഈ ലോകത്തിൽ പ്രകാശിതമാകണം. കർത്താവിൻ്റെ രക്ഷയുടെ അത്ഭുതമായി ഓരോ ക്രൈസ്തവ കുടുംബവും മാറുവാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത് ഈ ദൈവ പദ്ധതി നമ്മുടെ കുടുംബങ്ങളിൽ നടപ്പിലാക്കുവാനാണ്, നമ്മുടെ ബന്ധങ്ങളിൽ നിറവേറ്റുവാനാണ്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 25-ാം വചനത്തിൽ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ഭൂമിയിലെല്ലാ കുടുംബങ്ങളും അനുഗ്രഹീതമാകും, ബ്ലെസ്സഡ് ആകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താ? നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളായി മാറണം. ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിലൂടെ മറ്റു കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടണം. ദേശങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന രാജ്യത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, നമ്മുടെ കുടുംബത്തിലൂടെ ദൈവകൃപ വ്യാപരിക്കണമെന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി. 2026 ഈ വർഷം, ഈ പുതിയ ദിനങ്ങളിൽ ആത്മാവ് നമുക്ക് തരുന്ന പ്രവചന വചനം എന്താണ്? നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാന വചനം എല്ലാവരും ശ്രദ്ധിക്കണമേ. ഈ വചനം നിങ്ങൾ വിശ്വാസത്തോടെ ക്ലെയിം ചെയ്യണം. ദൈവത്തിൻ്റെ വചനം പരാജയപ്പെടുന്നില്ല. നീ വിശ്വാസത്തോടെ വചനം ഏറ്റുപറയുമ്പോൾ, നീ വചനം പ്രഖ്യാപിക്കുമ്പോൾ, ആ വചനത്തിൻ്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തെ ആത്മ മുദ്ര ചെയ്യും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. വചനം ഈശോയാണ്. ഹഗായി പ്രവചനം 2:19 നമ്മുടെ കുടുംബങ്ങൾക്കുള്ള പ്രവചന വചനം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? കർത്താവ് ചോദിക്കുക. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതള നാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? നീ ഇപ്പോഴും കണ്ണുനീരിലാണോ? മകനെ, മകളെ, നീ കഷ്ടതയിലാണോ? നീ ദുരിതത്തിലാണോ? നീ സങ്കടത്തിലും
പ്രയാസത്തിലുമാണോ? ഇതാ നിന്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം വരുത്താൻ പോകുന്നു. നിന്റെ കുടുംബ അന്തരീക്ഷത്തിന് മാറ്റം വരുത്താൻ പോകുന്നു. ഇന്നു മുതൽ ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. ഓ, എത്ര ശക്തമായ പ്രോമിസ്! ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവചനമാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിനക്കുള്ള വചനം, നിന്റെ കുടുംബത്തിനുള്ള വചനം. ഈ വചനത്തിലൂടെ കർത്താവ് നിന്റെ കുടുംബത്തിൽ ഇടപെടും, നിന്റെ പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കും, നിന്റെ നിയോഗങ്ങളിലേക്ക് ഈ വചനത്തിന്റെ ശക്തിയെ ആത്മാവ് പകർന്നു തരും. ഞാൻ എൻ്റെ സഹോദരങ്ങളെ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച് നമ്മൾ ജീവിക്കണം. ഇതൊരു കഥാപുസ്തകമല്ല, ജീവനുള്ള വചനം. എൻ്റെ വചനം തീയാണ്, എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് ശക്തനും അതിയായവനുമാണ്. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബ നിയോഗങ്ങൾ, കുടുംബത്തിന് ആവശ്യങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ അറിയിക്കണം. ടെക്സ്റ്റ് ചെയ്തും ഫോൺ ചെയ്തും യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. കർത്താവ് പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങൾക്കുള്ള വചനം. യെസ്, മുറുകെ പിടിക്കണം, വിശ്വസിക്കണം. നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യം എന്തുമാണെങ്കിലും വചനത്തിന് നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പറ്റും. ദൈവവചനത്തിന് ഇതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ പാടുന്നില്ലേ, എൻ്റെ നിനവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എൻ്റെ നിനവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. നിന്റെ നിലവുകളെ പരിശുദ്ധാത്മാവ് മാറ്റിയിടും. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് ആത്മാവ് മാറ്റം വരുത്തും. ഒരു പുതിയ കൃപയിലേക്ക്, ഒരു അസാധാരണമായ അഭിഷേകത്തിലേക്ക് നിന്റെ കുടുംബത്തെ പരിശുദ്ധാത്മാവ് നയിക്കും. 2026 പ്രതിസന്ധികളും ക്ലേശങ്ങളും കഷ്ടതകളെല്ലാം ഒരുപാട് പെരുകി വന്നാൽ അതിൻ്റെ നടുവിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും പരിപാലിക്കുവാൻ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് കഴിയുമെന്ന് സഹോദര സഹോദരി നീ വിശ്വസിക്കുക. ഉൽപ്പത്തി 24:1 വീണ്ടും കർത്താവ് പറയാണ്, അബ്രഹാത്തിന് പ്രായമേറെയായി. കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളിലും അബ്രഹാമിനെയും അവൻ്റെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള വഴികൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. വചനത്തോട് നമുക്ക് വലിയ തുറവിയുണ്ടാകണം. കർത്താവിൻ്റെ വചനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള വഴികൾ എന്താണ്? നമ്മുടെ കർത്താവ് നമ്മളെ നശിപ്പിക്കുന്നവനും തകർക്കുന്നവനും നമ്മളെ ഇല്ലാതാക്കുന്നവനാണോ? ഒരിക്കലുമല്ല. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മളെ അഭിഷേകം ചെയ്യുന്ന ദൈവം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 50-ാമത്തെ വചനം എനിക്ക് ഒത്തിരി ആനന്ദം തരുന്നൊരു വചനമാണിത്. അവനവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. എത്ര മനോഹരമായ വചനം! കരങ്ങൾ ഉയർത്തി കർത്താവ് അവരെ അനുഗ്രഹിച്ചു. യെസ്, ഈ പുതുവർഷത്തിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുക, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുക, തലമുറകൾ അനുഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അനുഗ്രഹം നമുക്ക് ഏറ്റുവാങ്ങാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമതായി നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ഉണ്ടാകണം, കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിനെ കൂടെ നിർത്തണം. കർത്താവിന് യോജിക്കാത്ത, കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന, സങ്കടം വരുത്തുന്ന ഒന്നും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ
ദൈവമായ കർത്താവ് ഉണ്ടാകണം. അവിടുത്തെ പ്രസൻസ് ഓഫ് ഗാഡ്, ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബം മുഴുവൻ നിറഞ്ഞു നിൽക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ദൈവ സാന്നിധ്യമുള്ള കുടുംബങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കുടുംബങ്ങളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിൽ ഒരു ശാന്തതയും ആനന്ദവും അനുഭവിക്കാൻ പറ്റുന്നു. ഒരു പീസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. ആ കുടുംബത്തിൽ പ്രസൻസ് ഓഫ് ഗാഡ്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ചില കുടുംബങ്ങളിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ അറിയാതെ ഇറിറ്റേറ്റഡ് ആകുന്നു, അസ്വസ്ഥരാകുന്നു, നമുക്ക് വീർപ്പ് മുട്ടുന്നത് പോലെ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി നമുക്ക് തോന്നും. ആ കുടുംബത്തിൽ കലഹത്തിൻ്റെയും പലവിധ ജഡീകതയുടെയും തിന്മകളുടെയും സ്വാധീനങ്ങളുണ്ട് സഹോദരങ്ങളെ. നമുക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റും. കർത്താവുള്ള കുടുംബം, കർത്താവില്ലാത്ത കുടുംബം മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിനെ കൂടെ നിർത്തണം. നമ്മൾ കർത്താവിനെ മുറുകെ പിടിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. ഈ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല സഹോദരങ്ങളെ. അവിടെ നല്ല നല്ല ഫർണിച്ചറുകൾ, നല്ല മനോഹരമായ കർട്ടനുകൾ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ഇമ്പം വരുത്തുന്ന മനോഹരമായിട്ടുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. പക്ഷെ കർത്താവില്ലെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ആ കുടുംബം നരകതുല്യമാണ്, നരകതുല്യമാണ്, നരകതുല്യമാണ്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 11-12 വചനങ്ങളിൽ ഈ സത്യം ആത്മാവ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുമിച്ച് വായിച്ച്. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദേദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. എന്തുകൊണ്ടാണ് ഓബദേദോമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്? ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പേടകം, യെസ്, പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയരുത്. എൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. അത് നഷ്ടപ്പെടുമാറുള്ള പാപബന്ധനങ്ങൾ, അശുദ്ധികൾ, തിന്മകൾ, ജഡീകതകൾ, ലൗകികതകൾ നിന്റെ കുടുംബത്തിൽ ഉണ്ടാകാൻ നീ അനുവദിക്കരുത്. ഒന്നിനെയും അനുവദിക്കരുത്. നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യ കുടുംബങ്ങളാണ്. ഓബദേദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. 12-ാമത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ പേടക നിമിത്തം കർത്താവ് ഓബദേദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചുവെന്ന് ദാവീദ് അറിഞ്ഞു. ദൈവത്തിൻ്റെ പേടക നിമിത്തം. എന്താണത്? ദൈവ സാന്നിധ്യ നിമിത്തം, പ്രസൻസ് ഓഫ് ഗാഡ്. ഓബദേദോമിന്റെ ഭവനത്തിൽ എൻ്റെ സഹോദരങ്ങളെ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ ദൈവ സാന്നിധ്യമാണ് ഓബദേദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചത്. നിന്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ? ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ, കുടുംബ അന്തരീക്ഷത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ ആ മുറികളിൽ, ആ കുടുംബത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ, നമ്മൾ വ്യാപരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ടോ? കർത്താവിൻ്റെ മഹത്വം നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? അതോ ശാപവാക്കുകൾ, തെറിവാക്കുകൾ, കലഹം, വെറുപ്പ്, അനൈക്യം, പിടിവാശികൾ, ഇതുപോലെ നമ്മുടെ കുടുംബ അന്തരീക്ഷം ശാപഗ്രസ്തമാണോ എന്ന് ദൈവത്തിൻ്റെ പൈതലേ നമ്മൾ പരിശോധിക്കണം. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കുന്ന സമയം ദൈവത്തിൻ്റെ പേടക നിമിത്തം ഓബദേദോമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ദാവീദ് അറിഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, സാന്നിധ്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 16:15. അവിടെ ലിദിയ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുകാരിയാണ്. അവൾ കർത്താവിനെ കണ്ടുമുട്ടി. എന്താ സംഭവിച്ചു? കുടുംബസമേത ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ ഗണിക്കുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അവൾക്ക് വഴങ്ങി. പൗലോസ്ലീഹായാണ് പറയുന്നത്, ഞങ്ങൾ അവൾക്ക് വഴങ്ങി. കാരണം ലിദിയാട് കുടുംബത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു. അത് രക്ഷയുടെ കുടുംബമായിരുന്നു. കുടുംബസമേതം മാമോദീസ സ്വീകരിച്ച് അവൾ കർത്താവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു. ആ കുടുംബം കർത്താവിൻ്റെ രക്ഷയിൽ വളരുകയാണ്. അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. അത് പൗലോസിന് മനസ്സിലായി. ലിദിയാട് കുടുംബത്തിൽ കർത്താവുണ്ട്.
അതുകൊണ്ട് ആ കുടുംബത്തിൽ താമസിക്കുവാൻ പൗലോസ് കടന്നു ചെല്ലുകയാണ് സഹോദരങ്ങളെ. ആ കുടുംബത്തിൽ സമാധാനമുണ്ട്, ആനന്ദമുണ്ടെന്ന് പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞു. കാരണം അത് രക്ഷയുടെ കുടുംബമാണ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ രക്ഷ നമ്മുടെ കുടുംബങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ക്രൈസ്തവരായി നമ്മൾ ജനിച്ചതിൻ്റെ പേരിൽ ക്രൈസ്തവ കുടുംബങ്ങളായി നമ്മൾ മാറിയതാണോ? അതോ യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലാണോ നമ്മുടെ കുടുംബങ്ങൾ വളരുന്നത്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഈ രക്ഷയിൽ നിരന്തരം ജീവിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടോ? നമ്മൾ രക്ഷയിലാണോ ജീവിക്കുന്നത്? കർത്താവിൻ്റെ രക്ഷയിൽ ആ സാൽവേഷൻ എക്സ്പീരിയൻസ് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ലിദിയയുടെ കുടുംബം അത് അനുഭവിച്ചു. അത് പൗലോസിലേക്ക് മനസ്സിലായി. അവൻ അവിടെ കടന്നു ചെന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം. ദൈവ സാന്നിധ്യത്തിന് മങ്ങിലേൽക്കുന്ന ഒന്നും നമ്മുടെ കുടുംബത്തിൽ അനുവദിക്കരുത്. ഇങ്ങനെയുള്ള ആഭാസ പാട്ടുകൾ, മ്ലേച്ഛതകൾ, അതുപോലെ തന്നെ അടിപൊളികൾ, ലോകത്തിൻ്റെ ജഡീകതകൾ, നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ടെലിവിഷനിലും മറ്റ് മീഡിയയിലുമൊക്കെ നമ്മുടെ കൃപയെ നഷ്ടപ്പെടുത്തി കളയുന്ന, അനോയിൻറ്റിങ്ങിനെ ചോർത്തിക്കളയുന്ന ഒരുപാട് ലൗകികമായ ജഡീകമായ ഒത്തിരി പ്രോഗ്രാമുകൾ, ഇതൊക്കെ കണ്ട് രസിച്ച് നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കുവാൻ നമ്മളൊന്നിനെയും അനുവദിക്കരുത്. നിങ്ങൾ തീരുമാനമെടുക്കണം. കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീരുമാനമെടുക്കണം. എന്ത് തീരുമാനിക്കണം? എൻ്റെ കുടുംബത്തിലുള്ള ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ഒന്നിനെയും ആരെയും ഞാൻ അനുവദിക്കില്ല. എത്ര പേർക്ക് ഈ തീരുമാനം എടുക്കാൻ പറ്റും? ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിയമാവർത്തന പുസ്തകം 7:26 ഇതിനോട് ബന്ധപ്പെട്ടാണ് ആത്മാവ് പറയുന്നത്. വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാതിരിക്കുക. നിന്ദ്യമായ ഒരു വസ്തുവും, കർത്താവിന് നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. കർത്താവിന് നിന്ദ്യമായ ഒന്നും കൊണ്ടുവരരുത്. കാരണം നമ്മുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യ കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മദ്യം കയറ്റരുത്, മദ്യം വിളമ്പരുത്. തിരുനാളുകൾ വരുമ്പോൾ, ആദ്യ കുർബാനകൾ വരുമ്പോൾ, മാമോദീസ വരുമ്പോൾ, വിവാഹം വരുമ്പോൾ, പാർട്ടികൾ, സെലിബ്രേഷൻ, തിന്നുക, കുടിക്കുക, മതിക്കുക. നമ്മുടെ പല കുടുംബങ്ങളും ക്ലബ്ബുകളായി മാറുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അത് സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി നമ്മുടെ കുടുംബങ്ങൾ അധപതിക്കുന്നു. അരുത്. നിന്റെ കുടുംബം ദൈവ സാന്നിധ്യ കുടുംബമാണ്. അത് കർത്താവിൻ്റെ കുടുംബമാണ്. അത് സോഷ്യലൈസ് ചെയ്യാനുള്ള, കള്ളും കുടിച്ച് തിന്നും കുടിച്ചും മതിച്ച് നമ്മൾ ആഹാരം കഴിയും, നമ്മൾ സ്നേഹത്തോടെ പങ്കുവെച്ച് ഭക്ഷണം കഴിച്ചൊക്കെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. എൻ്റെ ഒരുപാട് കുടുംബങ്ങൾ മദ്യപാനത്തിൻ്റെ ജഡീകതയുടെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവനിന്ദ്യമായ, ദൈവത്തെ നിന്ദിക്കുന്ന, കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുവും ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചെയ്തികൾ, ജഡീകതകൾ, അശുദ്ധികൾ, തിന്മകൾ, അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ അരങ്ങേറിയ തലമുറകളിലേക്കാണ് അതിൻ്റെ കൊടിയ നാശം വരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ കുടുംബങ്ങളെ ദൈവ സാന്നിധ്യത്തിൽ സൂക്ഷിക്കുക. പ്രസൻസ് ഓഫ് ഗോഡ്. നിയമാവർത്തന പുസ്തകം 23:14 വരിക. എന്താണ് വചനം പറയുന്നത്? നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കുടുംബത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്നും അകന്നു പോകാതിരിക്കേണ്ടതിനായി നിന്റെ പാളയം, നിന്റെ കുടുംബം പരിശുദ്ധമായി സൂക്ഷിക്കണം. നിന്റെ കുടുംബത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം. നിന്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം സൂക്ഷിക്കണം. പ്രസൻസ് ഓഫ് ഗോഡ് സൂക്ഷിക്കണോ? ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നും നമ്മുടെ കുടുംബത്തിലുണ്ടാകും. പ്രിയ മാതാപിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഹൃദയം തുറന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ തീരുമാനമെടുക്കണം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ അതിനാവശ്യമായ സമർപ്പണവും വിലയും നമുക്കുണ്ടാകും. പരിശുദ്ധമായി സൂക്ഷിക്കണം.
പരിശുദ്ധമാണ്. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഈ വചനത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വിരുദ്ധമായ എല്ലാ തിന്മകളും അശുദ്ധികളും പാപബന്ധനങ്ങളും എല്ലാവിധ ദുഷിപ്പുകളും അക്രതകളും നമ്മുടെ കുടുംബങ്ങളിൽ വിട്ടൊഴിഞ്ഞു പോകാൻ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ കുടുംബങ്ങൾ കഴുകപ്പെടുവാൻ, കർത്താവിൻ്റെ വചനത്താൽ നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാധാനങ്ങളാൽ നമ്മുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടുവാൻ ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആഗ്രഹത്തോടെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ച ഈശോയേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ ത്രിത്വത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം, ത്രിത്വത്തിന്റെ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, അനുഗ്രഹീതമാകട്ടെ. കരമടിച്ച് എല്ലാവരും ശക്തിയോടെ കരങ്ങളടിച്ച്, നിങ്ങളായിരിക്കുന്നിടത്ത് കരങ്ങളടിച്ച് നാണിക്കരുത്. പോരാ പോരാ, ശക്തിയോടെ കരടിച്ച് എല്ലാവരും ക്ഷീണവും തളർച്ചയൊക്കെ മാറ്റി ഉണർവോടെ കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ആമേൻ ആമേൻ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ മനമേ. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രഭുക്കട്ടെ, കുടുംബങ്ങളിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. ഈശോ 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 ഈശോയേ, കുടുംബങ്ങളെ രാജാവേ. വാക്കു പറഞ്ഞൊരു താതനുണ്ട്, വാഗ്ദത്തം തന്നൊരു പുത്രനുണ്ട്, കൂടെയിരിക്കുന്ന ആത്മാവുണ്ട്, പിന്നെന്തു ഭയമിതു എൻ പിന്നെന്ത് പിന്നെന്തു ഈശോയേ, പിന്നെന്തു ഭയം. നീ എന്തിനാകുലപ്പെടണം, നീ എന്തിനസ്വസ്ഥപ്പെടണം, നീ എന്തിന് നിരാശപ്പെടണം? നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം സൂക്ഷിക്കുക, ദൈവ സാന്നിധ്യത്തെ സൂക്ഷിക്കുക, ദൈവ സാന്നിധ്യത്തെ സൂക്ഷിക്കുക. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്ന യേശുവേ, ഈശോ ഈശോ ഈശോയേ. അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിന്റെ തീ പടരട്ടെ. കുടുംബാന്തരീക്ഷത്തിലുള്ള കുടുംബ ബന്ധങ്ങളിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ, സാത്താന്യ പിടികള്, എല്ലാ തിന്മകൾ, അശുദ്ധികള്, ലോകബന്ധനങ്ങള്, ലൗകികതയുടെ, സുഖലോലുപതയുടെ, ജഡീകതയുടെ എല്ലാ ശുദ്ധികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഓരോ കുടുംബവും കർത്താവിനായി പ്രതിഷ്ഠിതമാകട്ടെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് ശാന്തമായിരിക്കാം. രണ്ടാമതായി, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവ് നമ്മോട് പറയുന്നു, വചനത്തിൽ നമ്മുടെ ഭവനങ്ങൾ വളരണം. ദൈവവചനത്തിൽ അടിസ്ഥാനമിടുന്ന കുടുംബമായി മാറണം. കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടാൻ, നിരന്തരം ദൈവകൃപയിൽ വളരുന്ന കുടുംബമായി മാറാൻ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. വചനത്തിൻ്റെ ആത്മാവിൽ നമ്മുടെ കുടുംബങ്ങൾ നയിക്കപ്പെടണം. ലോകത്തിൻ്റെ മോഹങ്ങളിലോ ലോക അരൂപിയാലല്ല നമ്മുടെ കുടുംബങ്ങൾ നയിക്കപ്പെടേണ്ടത്. പരിശുദ്ധമായ വചനത്താൽ, സത്യവചനത്താൽ നമ്മുടെ കുടുംബങ്ങൾ നയിക്കപ്പെടണം. സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തകൻ പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. ഞാൻ പലപ്പോഴും ആ വചനം ഏറ്റുപറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കാറുണ്ട്. 119 സങ്കീർത്തനം 54 വചനമാണ്. ആ സങ്കീർത്തന വചനം നമുക്ക് ശ്രദ്ധിക്കാം. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. നമ്മൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. നമ്മൾ തീർത്ഥാടകരാണ്. തീർത്ഥാടകരായി നമ്മൾ പാർക്കുന്ന
ഈ ലോകത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കൂടാരങ്ങളിൽ കർത്താവിൻ്റെ വചനങ്ങളായിരുന്നു എൻ്റെ ഗാനം, എൻ്റെ ആനന്ദം എന്ന് സങ്കീർത്തകൻ ഏറ്റുപറയും. നമ്മുടെ കുടുംബങ്ങളുടെ ആനന്ദം കർത്താവിൻ്റെ സത്യവചനമായിരിക്കണം. ദൈവവചനത്തിൽ ആനന്ദം കൊള്ളുന്ന കുടുംബങ്ങൾ, ദൈവവചനത്തിൽ വളരുന്ന കുടുംബങ്ങൾ, വചനത്താൽ നയിക്കപ്പെടുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബങ്ങളുടെ ആനന്ദം ലോകത്തിൻ്റെ മോഹങ്ങളും ജഡീകതകളും, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരുപാട് നിറങ്ങൾ ചേർന്നിട്ടുള്ള ഒരുപാട് കളേഴ്സായിട്ടുള്ള ഒത്തിരി, നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് അങ്ങനെയുള്ള ചിലത് വേണ്ടെന്നല്ല ഞാൻ പറയണേ, പക്ഷെ നിൻ്റെ ആത്മാവിന് നാശം വരുത്തുന്ന, നിൻ്റെ മേൽ പകരപ്പെട്ട കൃപയെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വിനോദങ്ങളിലും നമ്മൾ ഏർപ്പെടരുത്. നമ്മുടെ കുടുംബങ്ങളിൽ അത്തരം വിനോദങ്ങൾ ഉണ്ടാകരുത്. ഇതുപോലെ തിന്മയിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, ലോകമോഹങ്ങളിലേക്ക് നയിക്കുന്ന ഒത്തിരി പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഇന്ന് ടെലിവിഷൻ, മറ്റ് മീഡിയയിലൂടെയൊക്കെ കാണാൻ പറ്റും. അതെല്ലാം കണ്ടും കേട്ടും നിൻ്റെ ആത്മാവിനെ ദുഷിപ്പിക്കരുത്, നിൻ്റെ കുടുംബത്തെ നശിപ്പിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുക. ക്രൈസ്തവ കുടുംബങ്ങളുടെ ആനന്ദം ദൈവത്തിൻ്റെ വചനമാണ്. വേർഡ് ഓഫ് ഗോഡ്. വചനത്തിൽ നീ ആനന്ദം കൊള്ളണം. എൻ്റെ സഹോദരങ്ങളെ, അതാണ് ലൂക്ക് 1:6 അവിടെ ഒരു കുടുംബത്തെ കാണാം. സക്രി എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. എന്താണ് ആ കുടുംബത്തിൻ്റെ ആ കുടുംബത്തിൽ വചനമുണ്ടായിരുന്നു. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട കുടുംബം. ദൈവത്തിൻ്റെ മുൻപിൽ അവർ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ആരാണ് ഈ അവർ? സക്രിയായും എലിസബത്തും. അവരുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ വചനമാണ് ആ കുടുംബത്തെ നയിച്ചത്. അവർ വചനത്തിൽ ജീവിച്ചു. അവരൊരുമിച്ച് കുടുംബമായി, ഭാര്യയും ഭർത്താവും എന്ന നിലയിൽ. ഇന്ന് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെടുത്തുമ്പോൾ മാതാപിതാക്കളും മക്കളും സഹോദരിമാരും സഹോദരന്മാരും ഒരുമിച്ച് ദൈവവചനത്തെ അനുസരിക്കണം. ദൈവവചനം ജീവിക്കുന്ന കുടുംബമാകണം. വചനം ജീവിക്കുന്ന കുടുംബം. ദൈവവചനത്തിൻ്റെ കൾച്ചർ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇതാണ് സത്യം സഹോദരങ്ങളെ. നമ്മുടെ കുടുംബത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ കൾച്ചറല്ല, ദൈവവചനത്തിൻ്റെ സംസ്കാരമാണ്. വചനം എന്തു പറയുന്നുവോ അതനുസരിക്കണം. വചനത്തെ മുന്നിൽ നിർത്തണം. വചനം മുറുകെ പിടിക്കണം. വചനം വിട്ടുകളഞ്ഞുകൊണ്ടുള്ള യാതൊന്നും നമുക്ക് വേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടാകണം. അവിടെയാണ് നിയമവർത്തന പുസ്തകം 28-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വചനങ്ങൾ ദൈവവചനത്തിന് അടിസ്ഥാനമിടുന്ന ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും പരിശുദ്ധാത്മാവ് തരുന്ന അനുഗ്രഹങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആണ്. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചുരിയും. നീ വചനം ശ്രവിക്കണം. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്ധ്യതകളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടും ആട്ടിൻപറ്റും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. ദൈവവചനത്തിൽ അടിസ്ഥാനമിടുന്ന കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ആത്മാവ് പരിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ഇത് പഴയ നിയമത്തിൻ്റെ ഒരു വാഗ്ദാനമാണെന്ന് പറഞ്ഞ് നിസാരമായി തള്ളിക്കളയരുത്. ഇതെല്ലാം ദൈവനിവേശിതമാണ്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട സത്യവചനങ്ങളാണ് തിരുവെഴുത്തുകളിൽ ഉള്ളതെന്ന് നീ തിരിച്ചറിയണം. ചില ആൾക്കാർ പുതിയ നിയമം മാത്രം വിശ്വസിക്കുന്നവർ. അരുത്. പുതിയ നിയമം എല്ലാറ്റിനും പൂർത്തീകരണമാണ്. പക്ഷെ പഴയ നിയമം ഉപേക്ഷിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. അത് മുറുകെ പിടിച്ച് നീ പുതിയ നിയമത്തിൻ്റെ കൃപയിൽ ജീവിക്കണം. അത് അവഗണിച്ച് ചവിട്ടിക്കളയാനുള്ളതല്ല. പഴയ നിയമം ദൈവത്തിൻ്റെ വചനമാണ്. അതിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളുണ്ട്. അതിൻ്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിലൂടെ സംഭവിച്ചെന്ന് മാത്രം. അതുകൊണ്ട് പഴയ നിയമത്തെ തള്ളിക്കളയരുത് സഹോദരങ്ങളെ. ഇത് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ വചനം അനുസരിക്കുന്ന കുടുംബങ്ങൾക്ക് ആത്മാവ് നൽകുന്ന വാഗ്ദത്തങ്ങൾ, ബ്ലെസ്സിങ്സ് ആണത്.
അതുകൊണ്ട് വചനത്തിൻ്റെ കൾച്ചർ ഉണ്ടാകണം. മാതാപിതാക്കൾ മക്കൾക്ക് വചനം പഠിപ്പിക്കണം. സഹോദരന്മാർ വചനം പറയണം. കുടുംബത്തിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്, ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും നിങ്ങൾ പരസ്പരം സംഭാഷണം ചെയ്യുവീൻ. ഹല്ലേലൂയ. ആത്മീയ ഗീതങ്ങളാൽ നിങ്ങൾ പരസ്പരം സംസാരിക്കാനാ പറയണം. നമ്മുടെ സംസാരം സങ്കീർത്തനങ്ങൾ പറഞ്ഞ് സംസാരിക്കണം. നമ്മൾ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകും. നമ്മുടെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, മാതാപിതാക്കൾ, മക്കളോട് ഒക്കെ നമ്മൾ സങ്കീർത്തനങ്ങളും ആത്മീയ ഗീതങ്ങളും പറഞ്ഞ് നിങ്ങൾ പരസ്പരം സംസാരിക്കുക എന്ന് പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുക. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുടുംബങ്ങൾ ഈ ഒരു കൾച്ചറിലേക്ക് വരണം, ഈ ഒരു കൃപയിലേക്ക് ഉയർത്തപ്പെടണം. ചീത്തവാക്കും, ശാപവാക്കും, തെറിവാക്കും, മുറിപ്പെടുത്തുന്ന വാക്കും, കലഹത്തിൻ്റെ വാക്ക്, ശത്രുതയുടെ വാക്ക്, അഹങ്കാരത്തിൻ്റെ വാക്ക്, ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങേണ്ടത്. സങ്കീർത്തനങ്ങൾ, ആത്മീയ ഗീതങ്ങൾ, കർത്താവിൻ്റെ വാഗ്ദാന വചനങ്ങൾ പറഞ്ഞ് നമ്മൾ പരസ്പരം സംസാരിക്കുക. കുടുംബം അനുഗ്രഹിക്കപ്പെടും, ഉയർത്തപ്പെടും. നിയമോർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വചനങ്ങൾ നമുക്ക് സുപരിചിതമായ വചനം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. മാതാപിതാക്കൾ നമ്മുടെ ഉത്തരവാദിത്വം, മക്കളെ വചനം പഠിപ്പിക്കണം. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ മക്കൾക്ക് വചനം കൊടുക്കണം. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമാറ്റിക്സും മാത്രം പഠിപ്പിച്ച പോരാ, കർത്താവിൻ്റെ സത്യവചനം മക്കൾക്ക് പകർന്നു കൊടുക്കണം. മക്കളിൽ വചനമുണ്ടാകണം. ആ മക്കൾക്ക് ആത്മനാശം സംഭവിക്കില്ല, അവര് പ്രണയക്കെണികളിൽ പെട്ടുപോകില്ല, അവർ വിശ്വാസത്യാഗികളായി മാറില്ല, അവർ മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരാവില്ല, അവർ കുടുംബത്തിന് കണ്ണീര് വരുത്തുന്നവരാവില്ല, അവർ സഭയ്ക്ക് അപമാനങ്ങളായി മാറില്ല. നമ്മുടെ മക്കൾക്ക് വചനം കൊടുത്താൽ അവർ ശക്തരാകും. വചനമുള്ളവർ ശക്തരാണ്. വചനമുള്ള കുടുംബങ്ങൾ ശക്തിയുള്ള കുടുംബങ്ങളാണ്. ശക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയാണ്. പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. വചനം മക്കൾക്ക് വചനം കൊടുക്ക്. കുടുംബങ്ങളിൽ വചനം പറ. പരസ്പരം വചനം പറഞ്ഞ് അനുഗ്രഹിക്കുക. കൃപയിൽ ജ്വലിക്കുക. വചനം കൊടുക്കുക. നീ മക്കളെ പഠിപ്പിക്കണം. വചനം പഠിപ്പിക്കുക. മക്കളെ പഠിപ്പിക്കണം. മക്കൾ മാതാപിതാക്കൾക്ക് വചനം കൊടുക്കണം. സഹോദരന്മാർ പരസ്പരം വചനം കൊടുക്കണം. മക്കളെ മാത്രം പഠിപ്പിച്ചാൽ പോരാ, പരസ്പരം പഠിപ്പിക്കണം. കുടുംബത്തിൽ വചന പഠനം ഉണ്ടാവണം, വചന ധ്യാനം ഉണ്ടാവണം, വചനത്തിൽ വളരുന്ന അനുഭവം ഉണ്ടാവണം. ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് കുടുംബമായി ദൈവവചനത്തിനായി നിങ്ങൾ ദാഹിക്കുക. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാം വചനത്തിൽ എന്താണ് ശ്ലീഹ പറയുന്നത്? രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. ആത്മീയ പാല്, പരിശുദ്ധവും ആത്മീയമായ പാലിനു വേണ്ടി. ഏതാണ് ഈ ആത്മീയ പാല്? വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ സത്യവചനമാണ്, പരിശുദ്ധമായ വചനം. ഈ വചനത്തിന് വേണ്ടി ദാഹിക്കണം. ആത്മാർത്ഥ ഒരു ദാഹം ഉണ്ടാവണം. കുടുംബമായി നിങ്ങൾ ദാഹിക്കണം. കുടുംബത്തിൽ വചനം വേരുറയ്ക്കണം. വചനത്തിൽ അടിസ്ഥാനമിട്ട കുടുംബമായി മാറും. ഞാൻ ആ കുടുംബങ്ങളെ തകർക്കാൻ പറ്റില്ല, ആ കുടുംബങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. ആ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ ഐക്യതയുണ്ട്. ആ കുടുംബങ്ങളെ ഇല്ലാതാക്കാൻ ഒരു തിന്മയ്ക്ക്, ഒരു അന്ധകാര ശക്തിക്ക്, ഒരു മന്ത്രവാദത്തിനും കൂടോത്രത്തിനും ആഭിചാര ശക്തികൾക്ക് സാധ്യമല്ല സഹോദരങ്ങളെ. ആ കുടുംബങ്ങൾ ദൈവസാന്നിധ്യ കുടുംബങ്ങളാ, പരിശുദ്ധാത്മാവിൻ്റെ കുടുംബങ്ങളാ, വചനത്തിൻ്റെ കുടുംബങ്ങളാ. ആമേൻ. വചനത്തിൽ അടിസ്ഥാനമിടുന്നൊരു അനുഭവം, അതവിടെ കർത്താവ് പറയുന്നത്. ഈ വചനത്തിനു വേണ്ടി ദാഹിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് ദാഹം ഉണ്ടാവണം. ഇളം പൈതങ്ങളെ പോലെ നമ്മൾ ദാഹിക്കുക, വചനം അനുസരിക്കുക, വചനത്തിൽ വളരുക. അവിടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞില്ലേ, ഉൽപ്പത്തിയുടെ പുസ്തകം 22:12, അബ്രഹാമേ, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട്
നീ എൻ്റെ വാക്ക് 22:18 നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് അബ്രഹാമേ, നീ എൻ്റെ വചനം നീ എൻ്റെ വചനം അനുസരിച്ചത് കൊണ്ട് നിന്റെ തലമുറകളിലേക്ക് അനുഗ്രഹം ഒഴുകുന്നു. വചനം അനുസരിക്കുന്ന അപ്പൻ, വചനം ജീവിക്കുന്ന അമ്മ, വചനം ജീവിക്കുന്ന ഭാര്യ ഭർത്താവ്, വചനം ജീവിക്കുന്ന സഹോദരൻ സഹോദരി, മകൻ മകൾ, ആ കുടുംബത്തെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? ആ കുടുംബത്തെ എങ്ങനെ തകർക്കാൻ പറ്റും? ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും അപ്രകാരമുള്ള കുടുംബങ്ങളെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പിന്നെ എന്തിനാ നമ്മൾ അസ്വസ്ഥരാകുന്നത്? നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട കുടുംബമാകണം. അനുഗ്രഹിക്കപ്പെടും. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള രണ്ടാമത്തെ വഴിയാണ്. മൂന്നാമത്തെ വഴി സഹോദരങ്ങളെ, പ്രാർത്ഥനയും ദൈവാരാധനയുമാണ്. മറന്നുപോകരുത്. അനുദിന പ്രാർത്ഥന, കുടുംബത്തിൽ എന്നും പ്രാർത്ഥനയുണ്ടാകണം. ദൈവാരാധന, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, കർത്താവിനെ സ്തുതിക്കണം, പാട്ടുപാടി സ്തുതിക്കണം, ഹൃദയം തുറന്ന് സ്തുതിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അത് നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അതിൽ മാത്രം ഒതുക്കി നിൽക്കരുത്. കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, പാട്ടുകൾ പാടി കർത്താവിന് എത്രയോ നല്ല കൃപയുള്ള ഗാനങ്ങളുണ്ട്, അഭിഷേക ഗാനങ്ങൾ. ഈ ഗാനങ്ങളൊക്കെ പാടി നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ആരാധിക്കണം. ഇങ്ങനെ എപ്പോഴും ദൈവസ്തുതിയുടെ ദൈവാരാധനയുടെ അന്തരീക്ഷം ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിൽ. ഇനി നമ്മളത് ഒത്തിരി പാടാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ ഗീതങ്ങൾ ഭവനത്തിൽ വെക്കണം. ഏറിലിപ്പം പ്രഭാതത്തിൽ നമ്മൾ ഈ ഗാനങ്ങളെല്ലാം മുഴക്കണം. സന്ധ്യാസമയത്ത് ഇതൊക്കെ വെച്ച് നമ്മൾ കർത്താവിനെ വർഷിപ്പ് ചെയ്യുക, പാടി ആരാധിക്കുക. ആ കുടുംബത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരും, ദൈവകൃപ ഇറങ്ങി വരും. എനിക്ക് നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ചെയ്തിരുന്നൊരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പലപ്പോഴും ഞാനത് വായിച്ച് എൻ്റെ ഹൃദയം ആനന്ദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ എത്ര ബ്ലെസ്സഡ് ആണ് സഹോദരങ്ങളെ. എന്താണ് നമ്മുടെ അബ്രഹാം ചെയ്തിരുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത്? അബ്രഹാമിനോടൊരു പ്രത്യേക സ്നേഹം കർത്താവിന് തോന്നാനുള്ള കാരണം എന്താ? കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിച്ചു. തൻ്റെ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും കർത്താവിൻ്റെ ഹൃദയത്തെ അബ്രഹാം ആനന്ദിപ്പിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 13:18 വരിക. അബ്രഹാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. ആ ഓക്കുമരത്തോപ്പിൽ അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്, വർഷിപ്പിക്കുകയാണ്. മാമ്രയുടെ ഓക്കുമരത്തോപ്പിൽ നമ്മൾ പാടുന്നില്ലേ? മാമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൻ ആരാധന. മാമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൻ ആരാധന. മാമ്രയുടെ ഒക്കുമരത്തോപ്പിൽ കർത്താവിനെ നാമം വിളിച്ച് അബ്രഹാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോ ആ ഓക്കുമരത്തോപ്പിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. കർത്താവിന്റെ മഹത്വം ആ ഓക്കുമരത്തോപ്പിൽ നിറഞ്ഞു നിന്നു. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവമഹത്വം ഇറങ്ങണോ? കർത്താവിന്റെ തേജസ്സിനാൽ നമ്മുടെ കുടുംബങ്ങൾ പ്രകാശിതമാകണോ? ദൈവാരാധനയുണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ. അധരം തുറന്ന് അപ്പനും അമ്മയും മക്കളും സഹോദരന്മാരും സഹോദരിമാരെല്ലാം ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കണം. ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കണം. സ്വരമുയർത്തി പൂർണ്ണ ശക്തിയോടെ എന്ന് പറയുന്നത് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ദൈവകൃപ ഒഴുകും. ഇത് ഒരു പ്രാവശ്യമല്ല. സമയക്കുറവ് കൊണ്ട് ഞാൻ ആ വചനങ്ങൾ മുഴുവൻ പറയുന്നില്ല. ഒരു വചനം കൂടി നമുക്കല്ലേ ശ്രദ്ധിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 23-ാമത്തെ വചനം, 21-23 എന്ത് പറയുന്നത്? അബ്രഹാം ബേർഷബയിൽ ഒരു ബാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ
ആരാധന നടത്തുകയും ചെയ്തു. നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിലെ അബ്രഹാം ആരാധന നടത്തി. കണ്ടോ, കുടുംബത്തിൽ ദൈവാരാധന നടത്തി. ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഉൽപ്പത്തി 24:1 കണ്ടു, കർത്താവ് എല്ലാ കാര്യങ്ങളിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു? ദൈവാരാധനയാണ്, നിരന്തരമായ ദൈവാരാധന. പരിശുദ്ധ കുർബാനയുടെ കുടുംബങ്ങളായി നമ്മളും, പരിശുദ്ധ വചനത്തിൻ്റെ കുടുംബങ്ങളായി, പ്രാർത്ഥനയുടെ കുടുംബങ്ങളായി തീരുമാനം എടുക്കണം. ഈ 2026 ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിന് തീരുമാനം എടുക്കണം. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, നമ്മൾ വില കൊടുക്കണം. ദൈവാരാധനയുണ്ട്, ദൈവസ്തുതികൾ ഉണ്ടാകണം, പരിശുദ്ധ കുർബാനയുടെ അനുഭവം ഉണ്ടാവണം, പരിശുദ്ധ വചനത്തിന് സമൃദ്ധി ഉണ്ടാകണം, പ്രാർത്ഥനയുടെ കൃപയുണ്ടാകണം, പ്രാർത്ഥനയുടെ കൃപയുണ്ടാകണം. അപ്പോസ്തല പ്രവർത്തനം 4:33 കാണുന്നില്ല, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ച് സ്ഥലം കുലുക്കി. അതാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ. നമ്മൾ കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും. കുടുംബത്തിൽ, നമ്മുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കും. നമ്മുടെ കുടുംബത്തിന് ആവശ്യങ്ങളെ പരിശുദ്ധാത്മാവ് ചേർത്ത് തരും. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കർത്താവ് മുദ്ര വയ്ക്കും. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഓരോ കുടുംബത്തിന് ഈ കുടുംബ പ്രാർത്ഥനയുടെ, പ്രത്യേകിച്ച് നിങ്ങൾ സൺഡേ സാബത്ത്, ഞായറാഴ്ച കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായ ആചരണം. ആ വചനം പഠിക്കണം. നിങ്ങൾ വചനം പഠിക്കും. വേറെ ഒരു കാര്യം നിങ്ങൾ വ്യാപൃതരാകരുത്. ഒന്ന് ദൈവവചനം ധ്യാനിക്കാൻ, കർത്താവിനെ ആരാധിക്കാൻ, പാടി സ്തുതിക്കാൻ, കുടുംബമായി ദേവാലയത്തിൽ പോയി കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃപയുടെ ദിനമായി കുടുംബമായി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള പരിശുദ്ധ ദിവസമാണ് ഓരോ സൺഡേ സാബത്തും. സൺഡേ സാബത്ത് നമ്മൾ ആചരിക്കണം സഹോദരങ്ങളെ. പ്രാർത്ഥനയുടെ, ദൈവാരാധനയുടെ, ദൈവവചനത്തിൻ്റെ ഒരു പങ്കുവയ്ക്കുന്ന അനുഭവം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്ഥലം കുലുങ്ങി എന്നവർ ദൈവശക്തി ഇറങ്ങി. അവർ നേരിട്ട പ്രതിസന്ധികളിലേക്ക് കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ധൈര്യപൂർവം ദൈവവചനം പ്രസംഗിച്ചു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചത് ധൈര്യത്തിന് വേണ്ടിയായിരുന്നു. ആ ധൈര്യം കിട്ടി അവർക്ക്. അവിടെ മുൻപിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പ്രാർത്ഥനയിലാണ്, ദൈവാരാധനയിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. നിന്റെ കുടുംബത്തിന് മേലുള്ള പൈശാചിക കെട്ടുകൾ പൊട്ടുന്നത്, നിന്റെ കുടുംബത്തിൽ പരിവർത്തിക്കുന്ന അന്ധകാര രൂപികള്, ഇരുട്ടിന്റെ ശക്തികള് നിർവീര്യമായി പോകുന്നത് നിന്റെ കുടുംബ പ്രാർത്ഥനയിലും ദൈവാരാധനയിലുമാണ്. സഹോദര സഹോദരി, ഇത് മറന്നുകൊണ്ട് നീ ജീവിക്കരുത്. തിരക്ക് പിടിച്ച് ഈ സത്യം അവഗണിച്ച് നീ മുന്നോട്ട് പോയാൽ നമ്മുടെ കുടുംബങ്ങൾ നശിക്കും, നമ്മുടെ തലമുറകൾക്ക് ആത്മനാശമുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. പ്രാർത്ഥനയുടെ ദൈവാരാധന കുടുംബങ്ങളാണ്. നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ നിയോഗങ്ങൾ നിങ്ങൾ അറിയിക്കണം, പ്രാർത്ഥിക്കുക. ആത്മാവ് പ്രേരിപ്പിക്കുന്നു. ഒത്തിരി കുടുംബങ്ങളിലേക്ക് കൃപൊഴുകുന്ന സമയമാണ്. നിങ്ങൾ ദൈവവചനത്തിലൂടെ ആത്മാവ് തരുന്ന ഈ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യങ്ങളിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തലമുറകളിലേക്ക് അത് പ്രാപിക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ നിയോഗങ്ങളിലേക്ക് അത് റിസീവ് ചെയ്യുക. സ്തുതിക്കുന്നു. ഒഴുകട്ടെ. ആമേൻ. അഭിഷേകം നിറയട്ടെ. നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ സ്നേഹത്തിൻ്റെ ഷെയറിങ്, ലവ് ഷെയറിങ്, ഒരു സ്നേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങൾ മൂകതയുള്ള, നമ്മൾ ബധിരരായ, മൂകരായ ആളുകളുള്ളവർ ആ കുടുംബങ്ങളല്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് സംസാരശേഷി, സ്നേഹിക്കാനുള്ള കഴിവ്, പങ്കുവയ്ക്കാനുള്ള ഹൃദയം എല്ലാം പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ പങ്കുവെക്കലിൻ്റെ, സ്നേഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു ഷെയറിങ് നമുക്കുണ്ടാവണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലായി, ഇന്ന് അനേകം കുടുംബങ്ങളെ പിശാച് നശിപ്പിക്കുന്നത് നോ കമ്മ്യൂണിക്കേഷൻ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കിക്കോ, പിശാച് കയറി കൂടിയിട്ടുണ്ട്. ഈ വിവാഹേതര, ഞാൻ പല സ്ത്രീകളോടും പുരുഷന്മാരോടും പലപ്പോഴും അവർ ഹൃദയം തുറന്ന് സംസാരിച്ചിട്ടുണ്ട്.
അവരുടെ ജീവിതത്തിൽ തകർച്ച ആരംഭിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കുറയുന്ന സമയത്താണ്. ഭർത്താവിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ഭാര്യയ്ക്ക് കുറയുമ്പോൾ അറിയാതെ അവളിൽ പിശാച് പ്രവേശിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ വേറെ ചില വ്യക്തികളുമായി വരുന്നു. അത് അവിഹിത ബന്ധത്തിലേക്കും കൊടിയ പാപത്തിലേക്കും പോകുന്നു. സഹോദരി സഹോദര ബന്ധങ്ങളിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, അതുപോലെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോട് ഇത് തന്നെയാണ്. സഹോദരി സഹോദരങ്ങൾ, സ്നേഹത്തിൻ്റെ പങ്കുവെക്കൽ, നമ്മൾ ഒന്നിച്ച് പങ്കുവെച്ച് കൃപയിൽ വളരണം. എവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല അവിടെ പിശാച് പ്രവർത്തിക്കും സഹോദരങ്ങളെ, സാത്താൻ പ്രവർത്തിക്കും. ഉൽപ്പത്തി 22:7-8 വചനങ്ങൾ, അവിടെ അബ്രഹാമും ഇസഹാക്കും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇസഹാക്ക് അവർ മോറിയ മലയിലേക്ക് പോവാണ്, ബലിയർപ്പണത്തിന് പോവുക. അപ്പം മകൻ അപ്പനെ വിളിക്കുകയാണ്. തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു, അപ്പാ, ഫാദർ. ഉടനെ അബ്രഹാമിൻ്റെ ഹൃദയം നൊന്ത് നീറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശാന്തമായി സ്നേഹത്തോടെ അബ്രഹാം റെസ്പോണ്ട് ചെയ്യാണ്, മൈ സൺ. എന്താ മകനെ? ഹൃദയം നൊന്ത് വിഷമിച്ച് തകർന്നിരിക്കുന്ന സമയത്ത് അരിശപ്പെട്ടും ആകുലപ്പെട്ടും അല്ലെങ്കിൽ മുറിപ്പെടുത്തുന്ന വാക്കുകളല്ല, മൈ സൺ. അത്ര എളുപ്പമല്ല ഇത്. പരിശുദ്ധാത്മാവുള്ളവർക്ക് ഇത് പറയാൻ പറ്റും സഹോദരങ്ങളെ. എൻ്റെ മകനെ. ഈ സമയത്ത് ഇസഹാക്ക് ചോദിക്കുകയാണ്, അപ്പാ, ബലിക്കുള്ള മൃഗം എവിടെ നിന്ന് കിട്ടും? ദഹന ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കണ്ടു, ആ ബന്ധമാണത്. ഉടനെ അപ്പം പറയാണ്, മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. The Lord will provide. ദൈവം തരും. എൻ്റെ മോനെ, ദൈവം തരും. കുഞ്ഞാടിന് ദൈവം തരും. ഞാൻ ചിന്തിക്കുക, ആ അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എത്ര ഊഷ്മളമാണ്. ഇതുപോലെ നമ്മുടെ ഭാര്യ-ഭർത്തൃ ബന്ധം, സഹോദരി സഹോദര ബന്ധങ്ങൾ, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ദൈവം തരും. നീ എന്തിനു വിഷമിക്കണേ? നീ എന്തിനു ഭാരപ്പെടണേ? എന്തിനു നീ അസ്വസ്ഥപ്പെടണം? എന്തിനിങ്ങനെ പിടിവാശി പിടിക്കുന്നത്? ദൈവം പ്രവർത്തിക്കും, ദൈവം തരും. ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനമാണ് ഹീബ്രു 3:13. ഇന്നെന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം നിങ്ങൾ എല്ലാ ദിവസവും ദിനംതോറും പരസ്പരം നിങ്ങൾ പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. എന്തിനാണെന്നറിയൂ? ഇത് നിങ്ങൾ പാപത്തിൻ്റെ കെണിയിൽപ്പെട്ട് നിങ്ങളുടെ ഹൃദയം കഠിനമാകാതിരിക്കുക. ഇന്ന് പലരും പാപത്തിൽ പെടുന്നതിന് കാരണം ഈ ഷെയറിങ് നഷ്ടപ്പെടും. നിങ്ങൾ മനസ്സിലാക്കും, ഷെയറിങ് നഷ്ടപ്പെടുമ്പോൾ കമ്മ്യൂണിക്കേഷൻ റൂട്ട് മാറി അറിയാതെ പിശാചിൻ്റെ ചില കെണികളിലേക്ക് പോകുന്നുണ്ട് ആ വ്യക്തി. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം, സമൂഹങ്ങളിൽ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ കെയർഫുൾ ആവേണ്ട കാര്യമാണ്. ഷെയറിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു വചനാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ 61, 62, 63 വചനങ്ങൾ. എലിസബത്തിനോട് ചോദിച്ചു, നമുക്ക് ഈ കുഞ്ഞിനെ യോഹന്നാൻ എന്ന് പേരിടാം. എലിസബത്ത് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. ബന്ധുക്കളൊക്കെ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്ക് ഈ പേരില്ലല്ലോ. 62-ാമത്തെ വചനം പറയാ, ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ അപ്പനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. ഒരു എഴുത്തുപലക കൊണ്ടുവരാൻ നമ്മുടെ സക്രിയ പറഞ്ഞു. അത് വരുത്തി അതിലിങ്ങനെ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ വിശുദ്ധ ഗബ്രിയേലിലൂടെ ദൈവം സംസാരിച്ച പ്രവചന വചനം അവിശ്വസിച്ചത് കൊണ്ട് ആ സ്പോട്ടിൽ അവിടെ വെച്ച് തന്നെ ഈ സക്രിയ മൂക്കനായി സംസാരിക്കാൻ പറ്റിയിട്ടില്ല. യോഹന്നാൻ എന്ന് പേരിടണമെന്ന് ദൈവദൂതൻ സക്രിയായോടാണ് പറഞ്ഞത്. മൂകനായി ആ സമയത്ത്. പിന്നെ എങ്ങനെ ഈ വിവരം നമ്മുടെ എലിസബത്ത് അറിഞ്ഞു? സംസാരിക്കാൻ പറ്റില്ല, മൂക്കനാണ്, നാവ് കെട്ടപ്പെട്ടു പോയി. പക്ഷേ തൻ്റെ കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് എങ്ങനെയാണ് എലിസബത്ത് മനസ്സിലാക്കിയത്? അതാണ് കമ്മ്യൂണിക്കേഷൻ. സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും തൻ്റെ ഭാര്യയോട് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സക്രിയ എടുത്തൊരു എഫർട്ട്. നിങ്ങളിത് ചിന്തിച്ച് നോക്കി. ഇന്ന് നമ്മുടെ സംസാരിക്കാൻ നമുക്ക് എന്തോരം സംസാര പാഠമുണ്ട്.
നമ്മൾ അവരോട് ഇവരോടൊക്കെ എന്തോരം സംസാരിക്കണേ. നമ്മുടെ വീട്ടിൽ സംസാരിക്കാറുണ്ടോ? നിന്റെ സഹോദരന്മാരോട് നീ സംസാരിക്കുന്നുണ്ടോ? സഹോദരിമാരോട് സംസാരിക്കുന്നുണ്ടോ? നിന്റെ മക്കളോട് സംസാരിക്കുന്നുണ്ടോ? നിന്റെ ജീവിത പങ്കാളിയോട് നീ സംസാരിക്കുന്നുണ്ടോ? നാട്ടുകാരോടും നിന്റെ കൂട്ടുകാരോടും അവരോട് ഇവരോടൊക്കെ പറയാൻ 100 നാവ് നമുക്കുണ്ട്. നമുക്ക് സംസാരിക്കാൻ നമ്മൾ മൂകരൊന്നല്ല. ഇവിടെ മൂകനായ സക്രിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പം സംസാരിക്കാൻ നമുക്ക് പറ്റുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നതിൻ്റെ അർത്ഥം നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, അതിനുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ഏത് സാഹചര്യത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ നല്ല പ്രണയ ഈ കമിതാക്കൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർ ഏത് സാഹചര്യത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എവിടെ വെച്ച് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് അവർക്ക് പോലും അറിയില്ല. അവർക്കതൊന്നൊരു വിഷയം. കാരണം ആ ഹൃദയങ്ങൾ തമ്മിലുള്ള, അവരെ സംബന്ധിച്ച് അവർ ഹൃദയങ്ങൾ തമ്മിലൊരു അടുപ്പമാണ്. ഈ അടുപ്പവും ബന്ധവും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുന്നത്, ഷെയറിങ് ഇല്ലാതെ. അത് പിശാച് നശിപ്പിക്കും. സാത്താൻ എൻട്രി കിട്ടും. ആ കുടുംബങ്ങളെ, ബന്ധങ്ങളെ, ജീവിതങ്ങളെ സാത്താൻ നശിപ്പിക്കും. സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കുക. കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പരിശുദ്ധാത്മ തരുന്ന ഈ വഴികൾ. 5-ാമതായി, അവസാനമായി ഞാൻ അതിനെക്കുറിച്ച് അധികം വിവരിക്കുന്നില്ല. കുടുംബമായി കർത്താവിന് സാക്ഷ്യം നൽകുക. അപ്പനും അമ്മയും മക്കളും സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് കുടുംബമായി കർത്താവിന് സാക്ഷ്യം നൽകുക. യെശയ്യാ പ്രവചനം 43:10 മറന്നുപോകരുത് നമ്മളെ വചനം. നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. കുടുംബമായി സാക്ഷ്യം നൽകുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചകൾ മാറും, കുടുംബത്തിൻ്റെ ദുരിതങ്ങൾ മാറും, കുടുംബങ്ങളിലെ പരാജയങ്ങൾ നീങ്ങും. നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവകൃപയുടെ കുടുംബങ്ങളായി മാറ്റപ്പെടുമെന്ന് കർത്താവ് വാഗ്ദാനം തരികയാണ്. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് പ്രോമിസ് ചെയ്യാണ്. എന്താണ് പ്രോമിസ്? നീ സാക്ഷ്യം നൽകുക, കുടുംബമായി നീ സാക്ഷ്യം നൽകുക. ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും. ഈ സത്യം മനസ്സിലാക്കി നമുക്കൊരുങ്ങാം. 2026 ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ നന്മകളും കൃപയും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവപരിപാലനയുണ്ടാകട്ടെ. ദിനംതോറും കർത്താവിൻ്റെ നടത്തിപ്പുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിലേക്ക് നിറഞ്ഞൊഴുകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു.